ഇലക്ട്രിക്കൽ ടെക്നോളജി ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് DC പവർ മെഷർമെന്റ് ആണ്. അപ്പോൾ നമുക്ക് DC സർക്യൂട്ടിൽ പവർ കാണാനുള്ള ഇക്വേഷൻ P = V × I, അതായത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ വർക്ക് ചെയ്യാനായിട്ട് ഒരു വോൾട്ട് മീറ്ററും ഒരു അമ്മീറ്ററും പിന്നെ ലാമ്പ് ലോഡുമാണ് നമുക്ക് ഈ വർക്ക് ചെയ്യാനുള്ള ആവശ്യമായ അപ്പാരറ്റസ്. അപ്പോൾ ആദ്യം ഈ വോൾട്ട് മീറ്റർ നോക്കാം. വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് 0 to 600 ആണ് ഇതിന്റെ റേഞ്ച്. അപ്പോൾ ഇതിന്റെ ഡിവിഷൻ നോക്കാം, 0 to 40. അപ്പോൾ ഒരു ഡിവിഷൻ 4 ആണ്. അങ്ങനെയാണ് ഇതിന്റെ സ്കെയില് പോകുന്നത്. ഇത് 0 to 600 വരെയുള്ള റേഞ്ചുള്ള ഒരു MC ഇൻസ്ട്രുമെന്റ് ആണ്. MC പറഞ്ഞാൽ മൂവിംഗ് കോയിൽ. DC സർക്യൂട്ടില് മെഷർമെന്റിൽ മാത്രം യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് MC ഇൻസ്ട്രുമെന്റ്സ്, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. ഇനി അമ്മീറ്റർ നോക്കാം. ഇത് അമ്മീറ്റർ കറണ്ട് മെഷർമെന്റിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീറ്ററാണ് അമ്മീറ്റർ. ഇതും MC ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന്റെ സ്കെയിൽ നോക്കാം, 0 to 5 എന്ന റേഞ്ചാണ്. അപ്പോൾ ഒരു ഡിവിഷൻ വന്നിട്ട് 0.05 ആണ് ഇതിന്റെ ഡിവിഷൻ. അപ്പോൾ ഇത് നോക്കുക, മേലെ പോസിറ്റീവ് ഉണ്ട്, പിന്നെ 2 റേഞ്ച്. നമുക്ക് 2.5 വേണമെങ്കിൽ അതിൽ കണക്ട് ചെയ്യാം, നമുക്ക് 5 ആണ് ആവശ്യമെങ്കിൽ 5ലും കണക്ട് ചെയ്യാം. ഇനി ലാമ്പ് ലോഡ് നോക്കാം. ഇത് 3 ഫേസ് ലോഡാണ്. നമുക്കിപ്പോൾ പ്ലസ് മൈനസ് 2 ടെർമിനൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ടെർമിനൽ സെലക്ട് ചെയ്യാം. നെഗറ്റീവിനായിട്ട് ഈ ബ്ലാക്ക് ടെർമിനൽ നമ്മൾ സെലക്ട് ചെയ്യാം. ഇതിന്റെ കണക്ഷൻസ് നോക്കാം. നമ്മൾ സർക്യൂട്ട് ഡയഗ്രം കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഈ പാനലിൽ നിന്നും DC സപ്ലൈ പോസിറ്റീവ് എന്ന പോളാരിറ്റി എടുക്കുക, നേരെ വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ടെർമിനലിലേക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് തന്നെ ഒരു പോസിറ്റീവ് തന്നെ എടുത്തിട്ട് നേരെ അമ്മീറ്ററിന്റെ പോസിറ്റീവിലേക്ക് കൊടുക്കാം. ഇനി നമ്മൾ 5 എന്ന റേഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 5 എടുത്തിട്ട് നേരെ ഏതെങ്കിലും ഒരു ടെർമിനലിലേക്ക് കൊടുക്കാം. ഇനി നെഗറ്റീവ് എടുക്കാം. നെഗറ്റീവ് നേരെ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക, നേരെ ലാമ്പ് ലോഡിന്റെ ഈ നെഗറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് DC സപ്ലൈ ആണ്. അപ്പോൾ DC സപ്ലൈയിലെല്ലാം തന്നെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ടെർമിനൽ പോസിറ്റീവ് തന്നെ കൊടുക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള ടെർമിനൽസ് എല്ലാം തന്നെ നെഗറ്റീവിൽ തന്നെ കൊടുക്കുക. ഇതാണ് ഇതിന്റെ കണക്ഷൻസ്. അപ്പോൾ ഇനി ഇതിന്റെ കണക്ഷൻസ് നോക്കാം. ഇനി പോസിറ്റീവ് എടുക്കാം, നേരെ വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക. ആ പോസിറ്റീവ് തന്നെ ഒരു വയർ എടുത്തിട്ട് നേരെ അമ്മീറ്ററിന്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക. അമ്മീറ്ററിന്റെ 5 നിന്ന് എടുത്തിട്ട് നേരെ ലോഡിലേക്ക് കൊടുക്കുക. ഇനി നെഗറ്റീവ് എടുക്കുക, നേരെ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക. ആ നെഗറ്റീവ് തന്നെ എടുത്തിട്ട് നേരെ ലാമ്പ് ലോഡിലെ ഒരു ടെർമിനലിലേക്ക് കൊടുക്കുക. ഇനി വർക്ക് ചെയ്യേണ്ട രീതിയാണ്. അപ്പോൾ ലോഡ് മുഴുവനും ഓഫാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന മീറ്റേഴ്സ് എല്ലാം തന്നെ ഇങ്ങനെ വെച്ച് നമുക്ക് റീഡിംഗ് എടുക്കാൻ പറ്റില്ല. നമുക്കിത് കിടത്തി വെച്ച ശേഷമാണ് നമ്മൾ റീഡിംഗ് എടുക്കേണ്ടത്. അപ്പോൾ എല്ലാ മീറ്റേഴ്സും കിടത്തി വെക്കുക. അതിനുശേഷം നമ്മൾ സപ്ലൈ ഓൺ ചെയ്ത ശേഷം നമ്മൾ ആദ്യം 2 ലാമ്പാണ് ഓൺ ചെയ്യുക. അപ്പോൾ 2 ലാമ്പ് ഓൺ ചെയ്തിട്ട് കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ അമ്മീറ്റർ റീഡിംഗ് നമ്മൾ ടാബ്ലറ്റ് ചെയ്യും. അതുപോലെ നമ്മളൊരു 5 റീഡിംഗ് ആണ് എടുക്കുക. കറസ്പോണ്ടിങ് വോൾട്ട് മീറ്ററും അമ്മീറ്റർ റീഡിംഗ് നമ്മൾ എടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം സപ്ലൈ ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് വോൾട്ട് മീറ്റർ റീഡിംഗ് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് 220 റീഡിംഗ് കാണിക്കുന്നുണ്ട്. ഇനി അമ്മീറ്റർ 0 ആയിരിക്കും, കാരണം നമ്മൾ ലോഡ് ഒന്നും തന്നെ നമ്മൾ ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അമ്മീറ്റർ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ റീഡിംഗ് എടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം 2 ലാമ്പാണ് നമ്മൾ ഓൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 2 ലാമ്പ് ഓൺ ചെയ്യുക, കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ റീഡിംഗ് എടുക്കുക. ഇപ്പോഴത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 204 വോൾട്ട് ആണ്. ആൻഡ് അമ്മീറ്റർ ഇത് 2.05 ആംപിയർ ആണ് അതിനകത്തുള്ളത് റീഡിങ്. ഈ രണ്ട് ബൾബ് ഓൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റീഡിങ് ആംപിയറിൽ 2.05ഉം വോൾട്ട് മീറ്ററിൽ 204 വോൾട്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് റീഡിംഗ് എടുത്തു കഴിഞ്ഞു. ഇനി സെക്കൻഡ് റീഡിംഗ്. അപ്പോൾ ഇനി ഒരു ലാമ്പാണ് നമ്മൾ ഓൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ലാമ്പ് കൂടെ ഓൺ ചെയ്യുക, കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ അമ്മീറ്റർ റീഡിംഗ് എടുക്കുക. അപ്രോക്സിമേറ്റ്ലി സെയിം വോൾട്ടേജ് തന്നെയാണ്, വേരിയേഷൻ ഇല്ല. അമ്മീറ്ററിൽ മാത്രം ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്, 3.05 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ലാമ്പ് ഓൺ ചെയ്യുക, കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ അമ്മീറ്റർ റീഡിംഗ് എടുക്കുക. വോൾട്ടേജ് 200 വോൾട്ട് ആയിട്ടുണ്ട്, അമ്മീറ്ററിൽ 4.05. അപ്പോൾ ഇതുപോലെ റീഡിംഗ് എടുത്ത ശേഷം ലാമ്പ് എല്ലാം തന്നെ ഓഫ് ചെയ്യുക. അതിനുശേഷം സ്വിച്ച് ഓഫ് ആക്കാം. താങ്ക് യു.